നമ്മളുടെ ഇന്ത്യൻ കറൻസി പ്രിന്റ് ചെയ്യാൻ എത്ര എക്സ്പെൻസ് വരും? ഇന്ത്യൻ കറൻസിയിൽ 10-20 നോട്ടുകൾ പ്രിൻറ്റ് ചെയ്യാൻ 0.9 റുപ്പീസാണ്. അതായത് 1 രൂപ താഴെ മാത്രമേ എക്സ്പെൻസ് വരുന്നുള്ളൂ 10-20 നോട്ടുകൾക്ക്. 50 രൂപ നോട്ട് പ്രിൻറ്റ് ചെയ്യാൻ അറൗണ്ട് 1 റുപ്പീസാണ് കോസ്റ്റ് വരുന്നത്. 100, 200, 500 നോട്ടുകൾക്ക് 100-ന് ഏകദേശം 1.2, അതുപോലെ 200-ന് ഏകദേശം 1.2, 500 നോട്ടിന് ഏകദേശം 2.2 ആണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ എല്ലാം ഏകദേശം 2 റുപ്പീസ് താഴെ കോസ്റ്റ് വരുന്നുള്ളൂ ശരിക്കും പറഞ്ഞു. പക്ഷേ അതിൻ്റെ അർത്ഥം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ നോട്ട് അങ്ങനെ പ്രിൻറ്റ് ചെയ്ത് കൊടുത്താൽ പോരെ എന്നൊരു ഡൗട്ട് ആൾക്കാർക്ക് വരും. ഇപ്പോൾ ഒരു ആവശ്യം വന്നാൽ ഈ റിസർവ് ബാങ്ക് കുറേ നോട്ട് അടിച്ച് കൊടുത്താൽ പോരെ. പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പണപ്പെരുപ്പം എന്നുള്ള ഒരു പ്രോബ്ലമാണ്, ഇൻഫ്ലേഷൻ ഉണ്ടാവും. സിംബാബ്വേയുടെ പഴയ പ്രസിഡന്റ് റോബർട്ട് മുഗാബെ എന്ന ഒരാളുണ്ടായിരുന്നു. ആൾ ഇതുപോലെ തന്നെ കറൻസീസ് ആവശ്യത്തിനനുസരിച്ചിട്ട് നാട്ടുകാർക്ക് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രിൻറ്റ് ചെയ്ത് പണപ്പെരുപ്പം കൂടി ഇൻഫ്ലേഷൻ കൂടി ഒരു ചായ കുടിക്കണമെങ്കിൽ ചാക്കിൽ പൈസ ആയിട്ട് പോകേണ്ട അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ അസറ്റ്സുകൾ, ഇന്ത്യയിലെ റിസോഴ്സുകൾ, ഗോൾഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള കറൻസി മാത്രമേ ഇന്ത്യയിൽ പ്രിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ അത്രയും സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ത്യ ഒരു പരിധി വരെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നത്.